പീരുമേട് താലൂക്ക് ആശുപത്രിയിലുമായി തുടരുകയാണ്. നിതിൻ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകും. നിതിൻ, ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്? എങ്ങനെയാണ് ചികിത്സ? പെട്ടെന്ന് അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? മാധു, പരിക്കേറ്റവരെ പ്രാഥമികമായിട്ട് മുണ്ടക്കയം ആശുപത്രിയിലേക്കായിരുന്നു, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കായിരുന്നു എത്തിച്ചത്. 37 പേരെയും ആദ്യം ഇവിടേക്ക് തന്നെയായിരുന്നു എത്തിച്ചത്. 34 യാത്രികരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. കൂടാതെ 3 ജീവനക്കാരും, 2 ഡ്രൈവർ ഉൾപ്പെടെ, പിന്നെ ടൂർ കോർഡിനേറ്ററായ രമ്യയും ഉൾപ്പെടെ 3 ജീവനക്കാരും, ഇവരെ 37 പേരെയും പ്രാഥമികമായിട്ട് ഇങ്ങോട്ട് തന്നെ എത്തിച്ചിരുന്നു. അതിനുശേഷം 2 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയായതിനാൽ ഇവിടെ നിന്നും പാല മാർഷ്ലേവയിലേക്ക് കൊണ്ടുപോയി. അതിലൊരാളാണ് ഇപ്പോൾ അവസാനം മരിച്ച ബിന്ദു എന്ന് പറയുന്നത്. അത് കൂടാണ്ട് 3 പേരാണ് മരണപ്പെട്ടത്. മൊത്തം 4 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3 പേരുടെ മൃതദേഹം ഈ കോട്ടയം മുണ്ടക്കയം ഹോസ്പിറ്റലിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം പാല മാർഷ്ലേവയിലും, അതുപോലെ തന്നെ ഈ പാല മാർഷ്ലേവയിലേക്ക് കൊണ്ടുപോയ ഒരാളുടെ നില ഇപ്പോൾ ഗുരുതര അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും VN വാസവനും, അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ കളക്ടറും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. എല്ലാവരും മാവേലിക്കര സ്വദേശികളാണ്. ഇവിടെ ഈ യാത്രയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മാവേലിക്കര സ്വദേശികളാണ്. കൂടാതെ 2 ഡ്രൈവർമാരും 1 ടൂർ കോർഡിനേറ്ററുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ ഇപ്പോൾ ഈ മന്ത്രിമാരും ജില്ലാ കളക്ടറും സന്ദർശിച്ചതിന് ശേഷം തിരികെ വരുമ്പോൾ ഇവരുടെ ആരോഗ്യനിലയെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അപകടത്തിൽ പെട്ട് കഴിയുന്നവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ജെയിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഡ്രൈവർ ബ്രേക്ക് പോയി എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഈ ചിലരൊക്കെ ഉറക്കത്തിലല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നവർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഒരാൾ ഉൾപ്പെടെ, ആ പുള്ളിക്കാരൻ പറഞ്ഞത് ഇത്തരത്തിൽ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ മുകളിൽ കയറി പിടിച്ചിരുന്നത് കൊണ്ടിട്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചതെന്നാണ്. നിസ്സാര പരിക്കാണ് ഞാൻ സംസാരിച്ച ആൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറിൻ്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റൊരു ഡ്രൈവറിന് കൈക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടൂർ കോർഡിനേറ്റർ കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. 34 പേരും 3 സ്റ്റാഫുമാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. ടൂർ കോർഡിനേറ്റർ അടക്കം 37 പേരാണ് അതിലുണ്ടായിരുന്നത്. 6:15 കൂടി അപകടം. നിയന്ത്രണം വിട്ട വാഹനം നമുക്ക് കാണാം, ആ വാഹനം മുന്നിലൂടെയാണ് അവിടേക്ക് വീണത്. ഏതാണ്ട് 20 അടിയോളം താഴ്ചയാണ് ആ വാഹനം കിടക്കുന്നത്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെ തടഞ്ഞു നിന്നുകൊണ്ടാണ് ഇതിലും ഗുരുതരമായ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.